നമസ്കാരം. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ അമേരിക്ക നാണം കെട്ടിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര വിജയമാണെന്ന അമേരിക്കയുടെ അവകാശവാദത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു പാക് നടപടി. ഇന്നത്തെ പകലും രാത്രിയും നിർണായകമാണ്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ രാജ്യം. പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം ആവർത്തിച്ച സാഹചര്യം കേന്ദ്ര സർക്കാർ വിലയിരുത്തും. ജമ്മു കശ്മീരിലും പഞ്ചാബിലും ഗുജറാത്തിലും രാജസ്ഥാനിലും വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ച ശേഷവും ഇന്നലെ ഡ്രോൺ ആക്രമണവും ഷില്ലാക്രമണവും നടത്തിയിരുന്നു. ഇന്ത്യൻ സേന ശക്തമായാണ് തിരിച്ചടിച്ചത്. കശ്മീരിലെ അടക്കം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തികളിലെ പട്ടണങ്ങളെല്ലാം രാത്രി മുഴുവൻ കനത്ത ജാഗ്രത തുടർന്നു. അതിർത്തി മേഖലയിലടക്കം സൈന്യം കനത്ത ജാഗ്രതയാണ് തുടരുന്നത്. അർദ്ധരാത്രിക്ക് ശേഷം എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ലോകത്തെ ആദ്യം അറിയിച്ചത്. അമേരിക്കയുമായുള്ള രാത്രി നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് ധാരണയിലെത്തി. ബുദ്ധിപരമായ നീക്കത്തിന് ഇന്ത്യയെയും പാകിസ്ഥാനെയും അഭിനന്ദിക്കുന്നുവെന്നും ട്രംപ് എക്സിൽ കുറിച്ചിരുന്നു. അമേരിക്കയുടെ നയതന്ത്ര വിജയം എന്ന തരത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറിയും വിവരങ്ങൾ പങ്കുവച്ചു. പിന്നാലെ പാകിസ്ഥാനും വെടിനിർത്തൽ സ്ഥിരീകരിച്ചു. ഇന്ത്യയും വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും പിന്നിൽ മൂന്നാം കക്ഷിയില്ലെന്നാണ് വ്യക്തമാക്കിയത്. അമേരിക്കയുടെ നീക്കങ്ങൾ അഭിനന്ദിച്ച് വിവിധ രാഷ്ട്രങ്ങൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതിനൊക്കെ മണിക്കൂറുകളുടെ ആയുസ് മാത്രമാണ് ഉണ്ടായത്. അമേരിക്കയുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച് പാകിസ്ഥാൻ അതിർത്തി മേഖലകളിലേക്ക് ഡ്രോണുകൾ വർഷിച്ചു. വെടിനിർത്തലിന് ശേഷമുള്ള പാക് പ്രകോപനം ഇന്ത്യ പാക് സംഘർഷം തുടങ്ങിയത് മുതൽ അനുനയ നീക്കങ്ങൾക്ക് ശ്രമിച്ച ട്രംപിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു. ഈ സംഘർഷത്തിന്റെ പല ഘട്ടങ്ങളിലും അമേരിക്ക പാകിസ്ഥാനെ പരോക്ഷമായെങ്കിലും അനുകൂലിക്കുന്ന തരത്തിലേക്ക് പോയി. അതുകൊണ്ട് കൂടിയാണ് അമേരിക്ക കൂടുതൽ നാണം കെട്ടത്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ പ്രതികരണം നിർണായകമാണ്. പാകിസ്ഥാന്റേത് അംഗീകരിക്കാനാവാത്ത നിലപാടാണെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. വെടിനിർത്തൽ കരാർ ലംഘനത്തോടെ സ്ഥിതിഗതികൾ അടിയന്തരമായി കേന്ദ്രം ചർച്ച ചെയ്തു. ഇതിന്റെ ഭാഗമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ കാണുകയും ചെയ്തു. ഏത് ആക്രമണത്തെയും ചെറുക്കാൻ സേനകൾക്ക് നിർദ്ദേശവും നൽകി. അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായി ഓൺലൈൻ യോഗവും ചേർന്നു. അതേസമയം വെടിനിർത്തൽ ധാരണ ലംഘിച്ചിട്ടില്ലെന്ന് പാക് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ സംയോജനത്തിലേക്ക് പോയത്. അതിലേക്ക് പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘനത്തിനു പിന്നിൽ ചൈനയാണെന്നാണ് സൂചന. വെടിനിർത്തൽ കരാർ ലംഘനത്തിനു പിന്നാലെ പാകിസ്ഥാന് പിന്തുണയുമായി ചൈന രംഗത്തെത്തിയിരുന്നു. പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ചൈനയുടെ പിന്തുണ പാകിസ്ഥാനെ അറിയിച്ചത്. വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള മേഖലയിലെ സ്ഥിതിഗതികളെ കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും പാകിസ്ഥാൻ ചൈനയോട് വിശദീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ പരമാധികാരം, സ്വാതന്ത്ര്യം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിൽ ചൈന എന്നും ഒപ്പം നിൽക്കുമെന്നും വാങ് ഇഷാഖ് ദറിനോട് പറഞ്ഞതായാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സംഭാഷണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ച് പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ സംയോജനത്തെ ചൈന അംഗീകരിക്കുന്നുവെന്നും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഉത്തരവാദിത്തത്തോടെ പെരുമാറിയ സമീപനത്തെ അഭിനന്ദിക്കുന്നുവെന്നും വാങ് പറഞ്ഞതായി PTI റിപ്പോർട്ടുമുണ്ട്. തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഹിദാനുമായും ഇഷാഖ് ദർ സംസാരിച്ചുവെന്നാണ് റിപ്പോർട്ട്. തുർക്കിയും ചൈനയുമാണ് പാകിസ്ഥാനൊപ്പമുള്ളതെന്നാണ് ഇന്ത്യയും വിലയിരുത്തുന്നത്.